തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന കടലിൽ വീണ 15 പേരെ രക്ഷപ്പെടുത്തി. രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്ന തിരമാലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയതാണ് അപകടത്തിന് കാരണം. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, വിവരങ്ങൾ. അഞ്ജന, ഇന്ന് വൈകിട്ടോടെയാണ്, അല്പസമയത്തിന് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായത്. മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാര വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ സ്ഥാപിക്കുന്നത്. ശക്തമായ തിരമാലകൾ ഉള്ള കടലില് ഈ ബ്രിഡ്ജിന് മുകളിൽ അനധികൃതമായി നിരവധി ആളുകൾ കയറിയതാണ് ഇത്തരത്തിലുള്ളൊരു അപകടത്തിന് കാരണമെന്നാണ് അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. ഈ അനധികൃതമായി നിരവധി ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുകയും അതിനൊപ്പം തന്നെ ശക്തമായ തിരമാല ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൈവരികൾ തകർന്ന ഈ ആളുകൾ കടലിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. നിലവിൽ 15ഓളം പേർ ആശുപത്രികളിൽ താലൂക്ക് ആശുപത്രിയിൽ വർക്കല താലൂക്ക് ആശുപത്രിയിൽ 15ഓളം പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ കുട്ടികളടക്കം മുതിർന്നവരടക്കമുള്ള ആളുകൾ ഉണ്ട് എന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വലിയൊരു അപകടമായി തന്നെ കാര്യമാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികളാണ് തകർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ അനധികൃതമായ ആളുകൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് അധികൃതർ നൽകുന്ന ഒരു വിവരം എന്നുള്ളത് തന്നെയാണ്. സംഭവ സ്ഥലത്ത് നിലവിൽ പോലീസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കടലിനകത്ത് ആരെങ്കിലും അപകടത്തിൽ കടലിൽ പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ 108 ആംബുലൻസുകളും ഈ പരിസരത്തുണ്ട്. ആരെങ്കിലും കടലിൽ പോയോ എന്നതിൽ തിരച്ചിൽ ഇപ്പോൾ നടത്തുകയാണ്. 15 പേരെയാണ് രക്ഷപ്പെടുത്തി വർക്കല താലൂക്ക് ആശുപത്രിയിലും അപ്പം കഴക്കൂട്ടം ആശുപത്രിയിലും ഒക്കെ തന്നെയായി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ തിരമാലയിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന് അപകടമുണ്ടായത്. അഞ്ജന. ശരി, സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകിയത്.